പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ കരുണയുടെ തിരുനാളൊക്കെ നന്നായിരുന്നല്ലോ അല്ലേ? പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മെ നന്നായിട്ട് കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കാനായിട്ട് സ്വർഗം ഇടയാക്കട്ടെ. ഇന്നലെ പിന്നെ നമ്മുടെ രണ്ടാം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആത്മവിശുദ്ധീകരണ ദിനമായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് 5:30 തുടങ്ങി ഒരു 1-2 മണിക്കൂർ സമയം കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. അത് അച്ഛൻ്റെ നേതൃത്വത്തിൽ പിന്നെ കുമ്പസാരം, മറുഭാഗത്ത് വേറെ അച്ഛന്മാർ കുമ്പസാരം നടത്തും. അപ്പം ഞാനിങ്ങനെ ഈ ആത്മവിശുദ്ധീകരണ ദിനത്തിൻ്റെ കാര്യം എല്ലാ മാസം രണ്ടാം ഞായറാഴ്ചയാണ്. അപ്പോൾ എന്നോട് 1-2 പേര് പറയുമായിരുന്നു, എൻ്റെ അച്ഛാ ഈ ഈസ്റ്ററൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, കുമ്പസാരം കഴിഞ്ഞുള്ളൂ, ഇനി സെലിബ്രേഷൻ്റെ കാലമാണ്, അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞേ, നമ്മുടെ ആത്മീയതയ്ക്ക് നമ്മൾ എന്ന് അവധി കൊടുത്തു അന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായൊരു സംഭവം, ഈ 50 ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ടു. പക്ഷേ ഈസ്റ്റർ ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച തുടങ്ങി 2-3 ദിവസം, എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ അവർ പറയുമായിരുന്നു, ആ തിങ്കളാഴ്ച തുടങ്ങി ഭയങ്കര മടി, ആത്മീയമായ കാര്യങ്ങൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് മടി, കുർബാനയ്ക്ക് മടി, എല്ലാത്തിനും ഒരു മടി. അതാണ് ആത്മീയതയ്ക്ക് നമ്മൾ അവധി കൊടുത്തോ നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങൾ കയറിപ്പോയില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ എന്നോട് ഈ ആത്മവിശുദ്ധീകരണ ദിനം, അതായത് കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, കുമ്പസാരം ഇതൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ നോ എന്ത് തന്നെ വന്നാലും ശരി നമ്മളത് ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയില്ലേ. കാരണം അതാണ് സഹോദരങ്ങൾ, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് പറയുക, തീർത്തും പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയുക, ഇന്ന് പ്രാർത്ഥിക്കണ്ട, നാളെ തുടങ്ങി പ്രാർത്ഥിക്കാം. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. പ്രാർത്ഥിക്കേണ്ട, സ്വർഗ്ഗമില്ല എന്നൊന്നുമില്ല, ഇന്ന് പ്രാർത്ഥിക്കേണ്ട, സ്വർഗ്ഗമുണ്ട്, ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് ഒരു വ്യക്തിക്ക് പിന്നെ അതിനെക്കുറിച്ചൊക്കെ എത്രമാത്രം ഗൗരവമായ വിധത്തിൽ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇനിയിപ്പോൾ 50-കാരാണെങ്കിൽ പറയും ഇപ്പം 50-ലായിട്ടുള്ള 55 ആയിട്ട് നമുക്ക് 55-കാരോട് എന്ത് പറയും, എന്തായാലും 55 ആയില്ലേ, ഇനി നമുക്ക് 60 വയസ്സായിട്ട് ഷഷ്ടിയോടുകൂടി നമുക്ക് ഷഷ്ടിക്കാരോട് പറയും സപ്തതിയായിട്ട് നമുക്ക് ശരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങാന്നൊക്കെ. അങ്ങനെ അവൻ ശരിക്കും ഇങ്ങനെ ഇന്ന് നാളെ 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 എന്ന് പറഞ്ഞ് നമ്മുടെ കൃപാജീവിതത്തെ, സഹോദരങ്ങളെ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ആത്മീയ ജീവിതത്തെ വളർത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും കൃപാജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ ചിലരൊക്കെ പറയാറുണ്ട്, അച്ഛാ ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്കൊരു ദൈവാനുഭവം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ശരിക്കും ഈ കൃപയിൽ ആഴപ്പെടാനായിട്ട് അത് കേൾക്കുന്ന ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന സമയം തന്നെ കൃപയിൽ ആഴപ്പെടാനായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് കർത്താവ് നൽകുന്ന കൃപ സ്വീകരിച്ച് നമ്മൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോഴാണ് അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരിക. ഈശോ നമ്മെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് തന്നെ ഇത് കേൾക്കുന്ന നിമിഷം തന്നെ ഒരു അതിശക്തമായ കൃപാജീവിതം നയിക്കാനായിട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫെസസ് ലേഖനം 2:4 ഇവിടെ വചനം പറയുന്നത്, എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കേട്ടോ കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പൊ കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഈ നിമിഷം മുതൽ തന്നെ അതിശക്തമായൊരു കൃപാജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ അടുത്തു ഇനി പറ്റുന്നില്ല മടി എന്ന് പറഞ്ഞു നിൽക്കരുത്. കർത്താവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക, ഈ നിമിഷം മുതൽ അതിനായിട്ട് അധ്വാനിക്കുക. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. കർത്താവേ, ഒരു പുത്തൻ അഭിഷേകം ഈ മക്കൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.